ഈ സാധാരണ ഇതിനകത്ത് ഭയങ്കര ഫാസ്റ്റായിട്ട് വണ്ടി പോയിക്കൊണ്ടിരുന്നത്. കാരണം ഈ റോഡ് വളരെ സ്മൂത്ത് ആയതുകൊണ്ട് വളരെ സേഫ്റ്റി കാര്യങ്ങളൊന്നും KSRTCയിൽ കാണാനില്ല. അപ്പോൾ അവർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഉറങ്ങിയതാൻ വഴിയില്ല, മെക്കാനിക്കൽ ഫെയിലിയർ ആവാനുള്ള സാധ്യത കൂടുതൽ. അപ്പോൾ റൈറ്റിലേക്ക് ടേൺ ചെയ്തു പോയി. അതിനകത്ത് ഫ്രണ്ടിലിരുന്ന ഒരു പെൺകുട്ടി, ഏജും കാര്യങ്ങളൊന്നും അറിയത്തില്ല, അത് പോയി. പക്ഷേ ആ ഫ്രണ്ട് ടയറിൻ്റെ കീഴിൽ അത് ഒന്ന് ജാമായിപ്പോയി. അപ്പോൾ അങ്ങനെ തന്നെ ഏകദേശം ഒരു 45 മിനിറ്റോളം കിടന്നു. പിന്നെ ഫയർഫോഴ്സിനെ അറിയിച്ചു. ഫയർഫോഴ്സ് സാധാരണ ഫയർഫോഴ്സ് വരിക എന്ന് പറയുന്നത് അറിയാമല്ലോ, അവർക്ക് ലിഫ്റ്റിംഗ് മെക്കാനിസം ഒന്നും ഇല്ലല്ലോ. പിന്നെ പിന്നീട് ശേഷം ഒരു ക്രെയിൻ അറേഞ്ച് ചെയ്ത് വന്നിട്ട് അതിനെ ലിഫ്റ്റ് ചെയ്ത് ആ പൊസിഷനിൽ നിന്ന് ആ കൊച്ചിനെ എടുത്തിട്ടാണ് ഇതിനെ ഹോസ്പിറ്റലൈസ് ചെയ്തത്. പിന്നെ വേറെ സിവിയർ കാഷ്വാലിറ്റീസും ഉണ്ട്. പിന്നെ മറ്റ് ഫ്രാക്ചേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത് നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ ഡീറ്റെയിൽസൊന്നും നമുക്കിപ്പോൾ അവൈലബിൾ അല്ല. പിന്നെ പൊതുവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മത്സര ഓട്ടം ഇതിനകത്തൊരു വലിയ പ്രശ്നമാണ്. ഇവർ മത്സരിക്കേണ്ട കാര്യമില്ല എങ്കിൽ തന്നെയും ഈ പൊതുവിൽ ഇവർക്ക് യാതൊരു സേഫ്റ്റി ഇതിനകത്തില്ല. KSRTC വണ്ടിക്കകത്ത് സേഫ്റ്റി എന്ന് പറഞ്ഞ സാധനം ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം സീറ്റ് ബെൽറ്റ് ഇടുക, ഇവൻ ഡ്രൈവർ പോലും സീറ്റ് ബെൽറ്റ് ഉണ്ടാവില്ല. അങ്ങനെ ഡ്രൈവർ തിരിച്ച് പോകേണ്ട കാര്യമില്ലല്ലോ.